നമസ്കാരം. ഒരു രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴാണ്. അല്ലാതെ കോടികൾ ഒഴുക്കി നടത്തുന്ന കൂറ്റൻ മേളകളും വലിയ ഇടനാഴികളും പണിയുമ്പോഴല്ല. കുംഭമേളയ്ക്ക് വേണ്ടിയിട്ടും അനുബന്ധ വികസനങ്ങൾക്ക് വേണ്ടി പതിനായിരക്കണക്കിന് കോടി രൂപയാണ് യാതൊരു മടിയുമില്ലാതെ ഇവിടെ ഒഴുക്കിവിടുന്നത്. എന്നാൽ ഇതിൻ്റെ ചെറിയൊരു ശതമാനം പണം മതിയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം പൂട്ടിപ്പോകാൻ കിടക്കുന്ന 100-ലധികം മറാഠി മീഡിയം സ്കൂളുകളെ വീണ്ടും ജീവിപ്പിച്ചെടുക്കാനായിട്ട്. സ്വന്തം ബാല്യകാലത്ത് പഠിച്ച പള്ളിക്കൂടത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് സാക്ഷാൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി തന്നെ ഈ വിഷയം തുറന്നു ചോദിക്കുമ്പോൾ ഭരണാധികാരികൾക്ക് എന്ത് മറുപടിയാണ് ഇവിടെ നൽകാനുള്ളത്? നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ട വിദ്യാലയങ്ങൾ പൂട്ടിയിടാൻ പണമില്ലെന്ന് പറയുന്ന അതേ സർക്കാരാണ് ആചാരങ്ങളുടെയും ഉത്സവങ്ങളുടെയും പേരിൽ വൻതോതിൽ ജനങ്ങളുടെ നികുതി പണം വകമാറ്റി ആർഭാടങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നത്. ഇതാകട്ടെ വെറും ഒരു പണമില്ലായ്മയുടെയോ അല്ലെങ്കിൽ വികസനത്തിൻ്റെയോ ഒക്കെ തന്നെ മാത്രം ഒരു പ്രശ്നമല്ല, മറിച്ച് ഭരിക്കുന്നവരുടെ മുൻഗണനകളൊക്കെ തന്നെ എത്രത്തോളം തെറ്റായ വഴിക്കാണ് പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. പാവപ്പെട്ട കുട്ടികൾ അക്ഷരം പഠിക്കുന്ന സ്കൂളുകൾ, ആ സ്കൂളുകൾക്ക് പൂട്ട് വീഴുമ്പോൾ മറുവശത്തെ ഭക്തിയുടെയും ക്ഷേത്രങ്ങളുടെയും മറവിൽ കോടികളുടെ കച്ചവടവും സാമ്പത്തിക ആർഭാടങ്ങളുമാണ് നടക്കുന്നത്. പ്രാർത്ഥനകളും ജപങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ തന്നെ ഉയരേണ്ട ഇടങ്ങളിൽ നിന്നും ഇന്ന് കേൾക്കുന്നതാകട്ടെ അഴിമതിയുടെയും കൈയിട്ടുവാരലിൻ്റെയും ഒക്കെ തന്നെ നാണം കെട്ട കഥകളാണ്. ഇത്രയും വലിയ തുകകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരെയും പദവിയിലിരിക്കുന്നവരെയും ഒക്കെ തന്നെ വിശ്വസിക്കാൻ വയ്യാതെ സുപ്രീം കോടതിക്ക് തന്നെ നേരിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കേണ്ടി വന്നു എന്നത് അവിടുത്തെ ഭരണ സംവിധാനം എത്രത്തോളം അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. ഭക്തിയുടെയും ജനങ്ങളുടെ വിശ്വാസത്തെയും ഒരു ബിസിനസ്സാക്കി മാറ്റിക്കൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കുന്നവർക്ക് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം ഒരിക്കലും മനസ്സിലാകില്ല. ഭക്തർ നൽകുന്ന സംഭാവനകളും ഭൂമിയുമൊക്കെ തട്ടിയെടുത്ത് വൻ തട്ടിപ്പുകൾ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ പോലും ധൈര്യമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇന്നുള്ളത്. സത്യം ജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന വൻ സാമ്പത്തിക ക്രമക്കേടുകളും വിവരങ്ങളുമൊക്കെ തന്നെ പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകന് നേരിടേണ്ടി വന്നതാകട്ടെ കള്ളക്കേസുകളും പ്രതികാര നടപടികളുമാണ്. പോലീസിനെ ഉപയോഗിച്ച് ഭയപ്പെടുത്തിയും കേസുകളിൽ കുടുക്കിയും സത്യം പറയുന്നവരുടെയൊക്കെ തന്നെ നാവൊടുപ്പിക്കാനാണ് ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നത്. ഇത്തരം അഴിമതികളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമപ്രവർത്തകർക്ക് സ്വന്തം സുരക്ഷയ്ക്കായിട്ട് സുപ്രീം കോടതിയുടെ വാതിലുകൾ മുട്ടേണ്ടി വരുന്നുവെങ്കിൽ ഇവിടെ നീതിയും ഭരണഘടനയും ക്രമസമാധാനവും ഒക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. തെളിവുകൾ ഇല്ലാതാക്കാൻ പോലീസിനെ കൊണ്ട് CCTV ദൃശ്യങ്ങൾ പോലും മായ്ച്ച് കളയിപ്പിക്കുന്ന ഭയാനകമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജനങ്ങൾക്ക് സത്യാവസ്ഥ അറിയാനുള്ള അവകാശത്തെയാണ് ഇവിടെ ക്രൂരമായിട്ട് അടിച്ചമർത്തുന്നത്. ക്ഷേത്രങ്ങളുടെയും വലിയ പദ്ധതികളുടെയും പേരിൽ നടക്കുന്ന വൻ സാമ്പത്തിക തട്ടിപ്പുകൾ ചോദ്യം ചെയ്യുന്നവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്ന ആ ഒരു ഭരണരീതി ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒട്ടും യോജിച്ചതല്ല. ഭരണകൂടത്തിനോട് ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് ഈ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തേക്കാൾ പ്രധാനം കോടികളുടെ ആർഭാടവും അതിലൂടെ കിട്ടുന്ന കമ്മീഷനുകളുമാണ്. അഴിമതികളും തട്ടിപ്പുകളും ഒക്കെ തന്നെ മറച്ചു വയ്ക്കാനും സാധാരണക്കാരെ എന്നും ഇരുട്ടിൽ നിർത്താനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ നികുതി പണമെല്ലാം തന്നെ പാഴാക്കി കളയുന്നത്. പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുണ്ടാക്കുന്ന വികസനം ആർക്കു വേണ്ടിയാണെന്ന് അവർ ചിന്തിക്കുന്നതേയില്ല. പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ പൂട്ടിച്ചുകൊണ്ട് ഏതുതരം വികസനമാണ് ഇവർ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സുപ്രീം കോടതി പോലും വിരൽ ചൂണ്ടിയ ഈ വലിയ രീതിയിലുള്ള അനീതിക്കെതിരെയും വിവേചനത്തിനെതിരെയും നമ്മളിപ്പോഴും മൗനം പാലിച്ചിരുന്നാൽ നാളെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പഠിക്കാൻ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം പോലും ബാക്കിയുണ്ടാകില്ല. കുട്ടികളുടെ ഭാവി നശിപ്പിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. അധികാരവും പോലീസിനെയും ഉപയോഗിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തുന്ന ഇത്തരം കൊള്ളരുതായ്മകൾക്കെതിരെ നമ്മൾ ഓരോരുത്തരും ഉറച്ച ശബ്ദത്തിൽ പ്രതികരിച്ചേ മതിയാകും. എങ്കിൽ മാത്രമേ ഭാവി തലമുറയോടെ നമുക്ക് നീതി പുലർത്താനായിട്ട് ഈ അവസരത്തിൽ സാധിക്കുകയുള്ളൂ.